എന്തുകൊണ്ടാണ് നമ്മൾ റെസ്ട്രിക്റ്റഡ് ആയി നിൽക്കുമ്പോൾ ബ്രാൻഡ് ഉണ്ടാവുന്നു എന്ന് പറയുന്നത്? ഈ പലപ്പോഴും ഒരു ബ്രാൻഡ് ഡിസൈനർ എന്നുള്ള നിലയിൽ എന്നോട് പലരും പറഞ്ഞിട്ടുള്ളത് അവരുടെ ബ്രാൻഡിൻ്റെ കളർ വേണം, അത് വേണം, ഇത് വേണം, വാരി ഒഴിക്കും. ഇവിടെ ഒന്നുമില്ല. വളരെ കൃത്യമായ ഒരു പർപ്പസ് അവിടെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വൈ ഫാക്ടർ. എന്തുകൊണ്ട് വഴിയോരക്കട എന്ന് ചോദിച്ചാൽ അതിനൊരു പർപ്പസ് മഹേഷും ടീമും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രോസസ് പ്രോട്ടോകോൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് ആണ് ഒരു ബ്രാൻഡിൻ്റെ വിജയം എന്ന് പല ഘട്ടത്തിൽ ഞാൻ പറഞ്ഞത്. ഈ പർപ്പസ് എന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ടുള്ള ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്, അതോ നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് തോന്നിയ കൊടുക്കുകയാണ്? അപ്പോൾ ഈ ബ്രാൻഡ് എന്ന് പറയുന്ന ലോകമല്ല, ഈ എക്സ്ക്ലൂസിവിറ്റിയോ ഈ ഹാബിറ്റോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്പേസിലേക്ക് നിങ്ങളുടെ കസ്റ്റമർ എക്സ്പീരിയൻസ് അലൈൻ ചെയ്യുക എന്നുള്ളതാണ്. ബ്രാൻഡുകളെ തേടിയുള്ള ഒരു യാത്രയാണ് പലപ്പോഴും ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ളതും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളതും. പല ആളുകളെ കാണുകയും പല ആളുകളിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്ന ഒരു നീണ്ട യാത്രയുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ പ്രിയ സുഹൃത്ത് മനേഷിൻ്റെ വഴിയോരക്കടയിലും ചട്നി മാമിയിലും ഒക്കെ എത്തിപ്പെട്ടത്. അപ്പോൾ ഈ യാത്രയിൽ ഒരു ബ്രാൻഡ് കൺസൾട്ടൻറ്റിൻ്റെ അപ്പുറത്ത് ഒരു കസ്റ്റമറായിട്ട് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങൾ, ആ ബ്രാൻഡുകളെ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ള ഒരു സ്റ്റോറി പലപ്പോഴും അവർ പറയുന്നതിൻ്റെ അപ്പുറത്ത് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇത്തരം ചില തോന്നലുകളെ കുറിച്ചുള്ള ഒരു സീരീസ് ആയിട്ട് ബ്രാൻഡ് വിത്ത് ബ്രാൻഡ് സ്വാമി എന്ന് പറയുന്ന ഒരു സെക്ഷൻ തുടങ്ങാം എന്ന് തോന്നുകയാണ്. അപ്പോൾ ഈ വഴിയോരക്കടയിൽ ചെന്ന് മഹേഷിനെ പരിചയപ്പെടുമ്പോൾ മഹേഷ് ഒരു സാധാരണ ബിസിനസ്സുകാരനായിട്ടൊന്നും മുന്നിലേക്ക് വരുന്നില്ല. ഒറ്റ നോട്ടത്തിൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ പോലെ തോന്നുന്ന, ഒരു കലാകാരനെ പോലെ തോന്നുന്ന മഹേഷിനെ കാണുമ്പോൾ എവിടെയോ അയാളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ക്രിയേറ്റിവിറ്റി അയാളത് ഡൈവേർട്ട് ചെയ്യുന്നത് ഒന്ന് രണ്ട് ബ്രാൻഡ് ആസ്പെക്റ്റിലേക്കായതാവാം. ഒരു പക്ഷേ ചട്നി മാമിയെ ഇത്രയും വൈബ്രൻ്റായ ഒരു ആർക്കിടെക്ചറൽ സ്പേസ് ആക്കിയിട്ട് മാറ്റുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു കഥ പറയുകയാണെങ്കിൽ വിസ്മയൻ പഠിക്കുകയും ആനിമേഷൻ പഠിച്ചിട്ട് ആനിമേഷൻ ചെയ്യാൻ തുടങ്ങുന്ന കാലത്ത് തൻ്റെ അമ്മാവൻ നടത്തിക്കൊണ്ടിരുന്ന വഴിയോര കടയിൽ ഓപ്പറേഷണലായ ഇഷ്യൂ തീർക്കണം എന്നൊരു സാഹചര്യത്തിൽ മഹേഷ് ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ വഴിയോര കടയിലേക്ക് ചെല്ലുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് സ്വാഭാവികമായ ഒരു ബ്രാൻഡിന് കാണേണ്ട ഒരു എലമെൻറ്റും അവിടെയില്ല. അതിമനോഹരമായി ഉണ്ടാക്കിയ ഒരു ലോഗോ അവിടെയില്ല. അതിമനോഹരമായി സെറ്റ് ചെയ്ത ബ്രാൻഡ് ടോണുകളോ ബ്രാൻഡ് എൻവറോൺമെൻറ്റ്സോ അവിടെയില്ല. പക്ഷെ എന്നിട്ടും ആ വഴിയോരത്ത് കാത്തു നിൽക്കുന്നവർ, വൈകുന്നേരം 4 മണിക്കാണ് ഞാൻ ചെല്ലുന്നത്, വൈകുന്നേരം 4 മണിക്ക് ഭക്ഷണം കഴിക്കാനായി കാത്തു നിൽക്കുന്ന ആളുകൾ എന്തിനു വേണ്ടി നിൽക്കുന്നു എന്നൊരു ചോദ്യം ബാക്കിയാണ്. ഇവിടെയാണ് ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു ലോഗോയുടെ അപ്പുറത്തുള്ള ഒരു സാധനമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഞാൻ എപ്പോഴും പറയുന്ന ബ്രാൻഡ് സ്വാമിയുടെ ഓരോ ക്ലാസ്സുകളിലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്കിതിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഒന്ന്, വളരെ യുണീക്കായിട്ടുള്ള റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിലാണ് വഴിയോരക്കട നിൽക്കുന്നത്. ഞാൻ ഇൻ ടേംസ് ഓഫ് സ്പേസ് അല്ല പറയുന്നത്, ഇൻ ടേംസ് ഓഫ് ഓഫറിങ്. ഒരു പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുന്നതിന് കൃത്യമായ റെസ്ട്രിക്ഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് വഴിയോരക്കട നിൽക്കുന്നത്. ഞങ്ങൾ ഇന്നതേ കൊടുക്കൂ. നാടൻ ചിക്കൻ വെച്ച് 20-25 വർഷം മുമ്പ് തുടങ്ങിയ ഒരു ബ്രാൻഡ് ലെഗോണും ബ്രോയിലറും ഒക്കെ ഫേമസ് ആകുമ്പോഴും ഞങ്ങൾക്ക് നാടൻ ചിക്കൻ മതി എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന ഒരു ബ്രാൻഡിൻ്റെ ഓഫറിങ്സ് ലിമിറ്റഡ് ആക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം ഇത് തന്നെയാണ് ആപ്പിളും ചെയ്തിട്ടുള്ളത്. ആപ്പിളിൻ്റെ ഓഫറിങ് വളരെ ലിമിറ്റഡ് ആണ്. ഈ ലിമിറ്റഡായ ഓഫറിങ് ഉണ്ടാക്കുന്ന ഒരു എക്സ്ക്ലൂസിവിറ്റി ഉണ്ട്. ഈ എക്സ്ക്ലൂസിവിറ്റി ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ ഈ ബ്രാൻഡ് എന്ന് പറയുന്ന ലോകമല്ല, ഈ എക്സ്ക്ലൂസിവിറ്റിയോ ഈ ഹാബിറ്റോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്പേസിലേക്ക് നിങ്ങളുടെ കസ്റ്റമർ എക്സ്പീരിയൻസ് അലൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ വഴിയോരക്കടയിൽ പോയിട്ട് എൻ്റെ പ്രിയ സുഹൃത്ത് മനേഷിനൊരു മെസ്സേജ് അയക്കുമ്പോൾ മനേഷ് അത് കണ്ടിട്ട് അടുത്ത 2 സെക്കൻഡ് കൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരുന്ന മാനേജർ, അയാൾ ആ കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. എന്തൊക്കെ ഫുഡാണ് നമുക്കുള്ളത്, എങ്ങനെയാണ് നമ്മളെ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. 5-6 നീളം വരുന്ന 5-6-7-8 പ്രൊഡക്റ്റ് മാത്രമുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്നത്. സോ സത്യത്തിൽ ഒരു ബ്രാൻഡിൻ്റെ വളരെ കൾച്ചറലായിട്ടുള്ള ഒരു ഡിഫറൻസാണ് ഇത്. വളരെ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടറാണ്. എന്തുകൊണ്ടാണ് നമ്മൾ റെസ്ട്രിക്റ്റഡ് ആയി നിൽക്കുമ്പോൾ ബ്രാൻഡ് ഉണ്ടാവുന്നു എന്ന് പറയുന്നത്? ആപ്പിളിന് 5-6 പ്രൊഡക്റ്റേ ഉള്ളൂ. ഐഫോൺ ഒരു വലിയ പ്രൊഡക്റ്റാണ്, ഒറ്റ പ്രൊഡക്റ്റായിട്ട് കണ്ടാൽ മതി. ഐഫോണിൻ്റെ ഒരു ടൈമിൽ ഒരു ഫോൺ മാത്രമേ ഉള്ളൂ. iPhone 16 ഉണ്ട്, iPhone 16 ഉണ്ട്.
അപ്പോൾ ഇത്തരത്തിൽ ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു റെസ്ട്രിക്ഷൻ ആണെന്നും തോന്നുന്നതെല്ലാം ചെയ്യാതിരിക്കുക, തോന്നുന്നതിൽ പല കാര്യങ്ങളും ചെയ്യണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നതാണ് ബ്രാൻഡ് എന്നുള്ളതാണ് വഴിയോരക്കടയെ ബ്രാൻഡാക്കി മാറ്റുന്നത്. ഇതേ കാര്യമാണ് ചട്നി മാമിയിലേക്ക് വരുമ്പോൾ നമ്മൾ റിഫ്ലക്ട് ചെയ്യും. ഈ പലപ്പോഴും ഒരു ബ്രാൻഡ് ഡിസൈനർ എന്നുള്ള നിലയിൽ ബ്രാൻഡിനെ സമീപിക്കുന്ന സമയത്ത് എന്നോട് പലരും പറഞ്ഞിട്ടുള്ളത് അവരുടെ ബ്രാൻഡിൻ്റെ കളർ വേണം, അത് വേണം, ഇത് വേണം, വാരി ഒഴിക്കും. ഇവിടെ അതൊന്നുമില്ല. ഒരു മാമിയുടെ ഇല്ല ഫേവർ ഫ്രാൻസിസ് സാർ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ളൊരു ബ്രാൻഡിങ് ആണ് ഇതെന്ന് പറയാതെ വയ്യ. അതീവ ഹൃദ്യമായിട്ട് ആ ബ്രാൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാമിയെ, ഈ ചട്നി മാമി എന്ന് പേരിടുന്നത് മഹേഷ് അയ്യർ എന്ന് പറയുന്ന അവരുടെ ആർക്കിടെക്റ്റ്. അപ്പം ഇത്തരത്തിൽ ഒരു ബ്രാൻഡിൻ്റെ കഥയെ ഉള്ളിൽ സ്വീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. ചുറ്റും നിൽക്കുന്ന ആളുകൾ പറയുന്നതിൽ നിന്ന് ഏത് ശരി ഏത് തെറ്റ് എന്ന് ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ബ്രാൻഡിൻ്റെ എല്ലാ എലമെൻറ്റുകളെയും സുന്ദരമായി കൊണ്ടുനടക്കുന്നു. വഴിയോരക്കട ചട്നിമാമിയെ പോലുള്ള ബ്രാൻഡ് വളരെ വലിയ രീതിയിൽ തുടങ്ങുമ്പോഴും വഴിയോരക്കടയുടെ ഒരു സ്വഭാവവും മാറ്റാതിരിക്കുക. ഞാൻ എന്നെ അതിൻ്റെ കിച്ചണിനുള്ളിലേക്ക് വിളിക്കുമ്പോൾ ആദ്യം എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഈ കിച്ചൺ ഉണ്ടാക്കാൻ അറിയുന്ന ആളൊന്നുമില്ല. ഞാൻ ഉള്ളിൽ കയറി നോക്കിയപ്പോൾ കണ്ട ഒരു സാധനമാണ് സത്യത്തിൽ ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഉള്ളിൽ കയറി നോക്കുമ്പോൾ വളരെ ട്രഡീഷണൽ ആയിട്ട് വിറകടുപ്പ് കത്തുന്നുണ്ട്. വിറകടുപ്പിൻ്റെ മുകളിൽ വലിയ ചട്ടിയിൽ ഒരു സൈഡിൽ ചിക്കൻ, ഒരു സൈഡിൽ പ്രോൺസ്, ഒരു സൈഡിൽ പെരട്ട്, ഒരു സൈഡിൽ ലിവർ, അങ്ങനെ വളരെ രസകരമായിട്ട് ഒന്നുമില്ല. ഒരു കിച്ചൺ എന്ന് പറയുന്ന മോഡേൺ കിച്ചണുകളുടെ യാതൊരു സാധ്യതകളുമില്ല. വിറകടുപ്പിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് വളരെ കൃത്യമായിട്ടാണ്. ഇത് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, നമ്മുടെ വീട്ടിലൊക്കെ കിച്ചണിൽ നമ്മളൊരു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അതങ്ങനെ ഒരു യുദ്ധക്കളം പോലെയായിരിക്കും. വയലാറൊക്കെ പറഞ്ഞ പോലെ ഈ കബന്ധങ്ങൾ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന പോലെയാണ് നമ്മുടെ കിച്ചൺ ഒരു പണി കഴിഞ്ഞാൽ. ഇത് അങ്ങനൊന്നുമില്ല. ആരോ ഓരോ സെക്കൻഡിലും തുടച്ച് വൃത്തിയാക്കുന്ന പോലെയുണ്ട്. ഞാനവിടെ കയറി ചെല്ലുന്നത് 4 മണിക്കാണ്, 3:30-4 മണിക്കാണ് ഞാൻ ഇവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് ഒട്ടും അലങ്കോലമാകാതെ ഒരു ഉച്ച ലഞ്ച് സീസൺ ഏറ്റവും കൂടുതൽ വെക്കുന്ന ചോറാണ്. അപ്പോൾ ഈ ചോറ് വെക്കുന്ന സ്ഥലത്ത് ആ ചോറിൻ്റെ റഷ് അവർ കഴിഞ്ഞ് കിച്ചണിൽ കയറുമ്പോൾ എന്താ പറയുക, ഇവിടെ ഒന്നും നടക്കാത്തതുപോലെ, ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന തരത്തിൽ സുന്ദരമാക്കി കീപ്പ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഒരു മനുഷ്യനിർമ്മിതമായ ഒരു ഓട്ടോമേഷനും ഇല്ല. കാരണം വിറകടുപ്പിന് ഓട്ടോമേഷൻ അറിയില്ലല്ലോ. വിറകിൽ തീ കത്തുമ്പോൾ അതിനെ കൊണ്ട് ഓട്ടോമേഷൻ ഒന്നും പറ്റില്ല. അപ്പുറത്ത് ഫ്രീസർ ഇല്ലാത്ത എത്ര റെസ്റ്റോറൻറ്റ് കേരളത്തിലുണ്ടാവും? സോ ഫ്രീസർ ഇല്ലാതെ ആയിരക്കണക്കിന് കസ്റ്റമേഴ്സിനെ ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാമെന്ന് പറയുന്ന ഒരു ഓപ്പറേഷണൽ പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കുന്നത് ഫിഷ് കട്ട് ചെയ്യുന്നത് ഇപ്പുറത്ത് കസ്റ്റമറുടെ എണ്ണം കഴിഞ്ഞ് അതിൻ്റെ ഒരു പ്രോസസ് ഫ്ലോ വലുതാവുന്നു. ഇപ്പം ഇത്ര ആളുകൾ വന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഫിഷ് കട്ട് ചെയ്യാൻ തുടങ്ങും. ആ ഫിഷ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ആളുകൾ ഫിഷ് എന്ത് ചെയ്യും? അതും ചെറിയുള്ളിയിലാണ് ഉണ്ടാക്കുന്നത്. ചെറിയുള്ളിയിൽ ഉണ്ടാക്കാൻ ഇത്രയും ചെറിയുള്ളി പൊളിച്ചു വരണം. ഈ ചെറിയുള്ളിയും വെല്ലുള്ളിയും തമ്മിലേ, ചെറിയുള്ളിക്ക് ടേസ്റ്റ് കൂടും നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഈ ചെറിയുള്ളിക്ക് പകരം വെല്ലുള്ളിക്ക് പകരം ചെറിയുള്ളി ഉപയോഗിക്കുന്നത് പ്രോസസ്സ് ഡബിളാക്കുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ആ പ്രോസസ് പ്രോട്ടോകോൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് ആണ് ഒരു ബ്രാൻഡിൻ്റെ വിജയം എന്ന് പല ഘട്ടത്തിൽ നോക്കുന്നുണ്ട്. അതിനകത്ത് ഓട്ടോമേഷൻ ഒന്നും വേണ്ട, മാനുഷികമായി മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ വളരെ കൃത്യമായ ഒരു പർപ്പസ് അവിടെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വൈ ഫാക്ടർ എന്തുകൊണ്ട് വഴിയോരക്കട എന്ന് ചോദിച്ചാൽ അതിനൊരു പർപ്പസ് മഹേഷും ടീമും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ മാത്രം കിട്ടുന്ന എന്തോന്നുണ്ട്, അതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. ഇതാണ് ബ്രാൻഡ്. ഒരു വൈ അവിടെയുണ്ട്, ഒരു പർപ്പസ് അവിടെയുണ്ട്, ഒരു കസ്റ്റമർക്ക് അവിടെ കയറി വരേണ്ട ഒരു പർപ്പസ് അവിടെയുണ്ട്. അപ്പം നിങ്ങൾ ഈ പർപ്പസ് ഡ്രൈവ് ചെയ്തുകൊണ്ടുള്ള ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്, അതോ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് തോന്നിയ കൊടുക്കുകയാണോ? അപ്പോൾ ഈ 2 ആംഗിളുകളാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഫസ്റ്റ് ബ്രാൻഡ് വിത്ത് ബ്രാൻഡ് സ്വാമി സീരീസിലെ ഫസ്റ്റ് വൺ എന്നെ ശ്രദ്ധിപ്പിക്കുന്ന ഒരു ഫാക്ടർ. ബ്രാൻഡ് വിത്ത് ബ്രാൻഡ് സ്വാമിയിൽ 2 പാഠമാണ് ഞാൻ വഴിയോരക്കടയിൽ നിന്ന് പഠിച്ചത്. ഒന്ന്, നിങ്ങളുടെ പ്രൊഡക്റ്റിന് എക്സ്ക്ലൂസിവിറ്റി ക്രിയേറ്റ് ചെയ്യുക, ലിമിറ്റഡ് എഡിഷൻസ് ചെയ്യുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രം ചെയ്യുക, അതിനെ ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ പോലും റെസ്ട്രിക്റ്റഡായി ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നൊരു പാഠം. രണ്ടാമത്തെ ഒരു പാഠം വളരെ കൃത്യമായിട്ട് നിങ്ങളുടേതായ ഒരു പ്രോസസ് പ്രോട്ടോകോൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ പ്രോസസ് പ്രോട്ടോകോൾ വളരെ കൃത്യമായിട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ക്രിട്ടിക്കലാണ്. ഈ 2 കാര്യങ്ങൾ കൃത്യമായി ചെയ്യുമ്പോൾ ഒരു ബ്രാൻഡായി മാറും. മഹേഷിനും മനീഷിനും എല്ലാവിധ അവരുടെ പുതിയ സംരംഭമായിട്ടുള്ള ചട്നി മാമിക്ക് എല്ലാ തരത്തിലുള്ള ആശംസയും തരുന്നു. ഫ്യൂച്ചറിലേക്ക് അവരുടെ ബ്രാൻഡിൻ്റെ റൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയട്ടെ എന്നും ബ്രാൻഡ് സ്വാമി ആഗ്രഹിക്കുന്നു.